മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് പ്രഭാഷണങ്ങളോടനുബന്ധിച്ച് ഭാരതത്തിനകത്തും പുറത്തുമുള്ള യാത്രയായതുകൊണ്ടായിരുന്നു യൂട്യൂബിൽ കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യാതെ ഇത്രയും വലിയ ഒരു ഗ്യാപ്പ് ഉണ്ടായത്. ഇന്ന് മടങ്ങി വന്നതിന് ശേഷം കുറേ ദിവസത്തെ ഗ്യാപ്പ് കഴിഞ്ഞ് വീണ്ടും പല പല വിഷയങ്ങളിലേക്ക് കടക്കാൻ ധാരാളം വിഷയങ്ങളുണ്ട്. അതിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. വളരെ ഗഹനമായ രീതിയിൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന കാര്യങ്ങൾ പലരും വിലയിരുത്താറുണ്ട്. അത് എനിക്ക് ഇത് റെക്കോർഡ് ചെയ്യുന്നതിൽ വളരെയധികം പ്രയോജനപ്പെടാറുമുണ്ട്. ഇത്രയും ദിവസത്തെ ഗ്യാപ്പ് ഉണ്ടാവാൻ ഒരു കാരണം ഒരു സിംഗപ്പൂർ യാത്രയായിരുന്നു. ആ സിംഗപ്പൂർ യാത്ര വളരെയേറെ ആത്മാഭിമാനം തോന്നിയ ഒരു യാത്രയായിരുന്നു. പ്രത്യേകിച്ചും 20 വർഷങ്ങൾക്ക് മുമ്പ് ഇതേ ദിവസം ഞാൻ സിംഗപ്പൂരിലുണ്ടായിരുന്നു. അതിനുശേഷം 2-3 പ്രാവശ്യം സിംഗപ്പൂരിൽ പോകാനുള്ള ഭാഗ്യം കിട്ടി. അന്നൊന്നും അവിടെ കാണാത്ത ആത്മാഭിമാനത്തോടുകൂടിയ അടുക്കും ചിട്ടയും ആത്മീയതയും ഭൗതികതയും സാമ്പത്തികതയുമെല്ലാം നിറഞ്ഞ് കവിയുന്ന ഒരു ഇന്ത്യൻ സമൂഹത്തെ അവിടെ കാണാൻ സാധിച്ചു. പണ്ട് സിംഗപ്പൂരിൽ ധാരാളം തമിഴര് പോകുമായിരുന്നു അത്രേ. ഇന്നും ധാരാളം തമിഴർ അവിടെയുണ്ട്. കുറച്ച് ബംഗാളികളുണ്ട്, ഒറീസക്കാരുണ്ട്. അവര് സിംഗപ്പൂരില് തൊഴിലാളികളായിട്ട്, ജോലിക്കാരായിട്ട്, ചെറിയ ചെറിയ ജോലിക്കായിട്ട് പോയവരാണ്. അവര് അവിടെ തരക്കേടില്ലാത്ത രീതിയിൽ ജീവിക്കുന്നു എന്നുള്ളത് ഒരു വശം. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ന് സിംഗപ്പൂരിന്റെ നിലനിൽപ്പും സാമ്പത്തികമായിട്ടുള്ള വളർച്ചയ്ക്കും ശക്തമായ പിന്തുണ നൽകുന്ന ഒരു വലിയ വിഭാഗം കമ്പ്യൂട്ടർ എക്സ്പെർട്ടും ടെക്നോക്രാറ്റ്സും സയന്റിഫിക് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരുമായിട്ടുള്ള ഇന്ത്യൻ യുവാക്കളാണ്. ആത്മാഭിമാനത്തോടുകൂടി ഞാൻ ബന്ധപ്പെട്ട അനവധി വ്യക്തികൾ അവർ പറയുകയുണ്ടായി, പല പല പ്രദേശങ്ങളിലുമുള്ള വൻകിട കമ്പനികളിലും വൻകിട ബാങ്കുകളിലും എല്ലാം 70, 80, 85% വരെ ഇന്ത്യൻ ജോലിക്കാരാണ് ഉയർന്ന പദവിയിലിരിക്കുന്നത്. അതൊരു അഭിമാനം തോന്നിയ വിവരണമായിരുന്നു. ഭാരതത്തിനകത്ത് മാത്രമല്ല വളരുന്നത്, ഭാരതത്തിന് പുറത്തും വളരുന്നുണ്ട്. ഭാരതീയർ വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ജീവിതം നയിക്കുന്നു. അത് മാത്രമല്ല, രണ്ടാമതായിട്ട് അവിടെ കേൾക്കാൻ സാധിച്ചത്, ഇന്ന് സിംഗപ്പൂരും ചൈനയുമെല്ലാം അവരുടെ കമ്പനികൾ തുടങ്ങാനും ബാങ്കുകളുടെ ഹെഡ് ഓഫീസ് തുടങ്ങാനും വേൾഡ് ഓവർ ഇൻഡസ്ട്രിയൽ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കാനും എക്സ്പോർട്ട് ചെയ്യാനുമുള്ള ആ സംരംഭം സിംഗപ്പൂരും മറ്റ് സ്ഥലങ്ങളിലുമെല്ലാം വളരെ കോസ്റ്റ്ലി ആയി വരുമ്പോൾ അവര് മുഴുവനും ഭാരതത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന ധാരാളം സ്ഥലങ്ങളുണ്ട്. എനർജി ഉണ്ട്, സൂര്യപ്രകാശമുണ്ട്, നല്ല കാലാവസ്ഥയാണ്, കൊടും തണുപ്പില്ല, ഇങ്ങനെയെല്ലാമുള്ള സൗകര്യങ്ങളുള്ള
ഭാരതത്തിലേക്ക് അനേകം സിംഗപ്പൂർ കമ്പനികളും ബാങ്കുകളുടെ ഹെഡ്ക്വാർട്ടേഴ്സുകളും എല്ലാം ഭാരതത്തിലേക്ക് മാറുന്നു എന്നുള്ളത് രണ്ടാമത് ആത്മാഭിമാനം തോന്നിയ കാര്യമാണ്. 3, ഇന്ത്യക്കാരായ അനവധി ഉയർന്ന ഉദ്യോഗസ്ഥര് മറ്റ് രാജ്യങ്ങളിലേക്ക്, അമേരിക്കയിലേക്കും ഇംഗ്ലണ്ടിലേക്കും യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും അവരുടെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്ന വേളയില് ഇന്ത്യക്കാരോടുള്ള വികസിത രാഷ്ട്രങ്ങളിലെ ജനങ്ങൾക്കും ഉദ്യോഗസ്ഥർക്കുമുള്ള വളരെ അഭിമാനാർഹമായിട്ടുള്ള ഒരു വീക്ഷണ വ്യത്യാസം. പണ്ട് ഇന്ത്യക്കാരെ ബ്രൗണികളെന്നും റേഷ്യൽ ഡിസ്ക്രിമിനേഷനിലൂടെ അവജ്ഞയോടുകൂടി കണ്ടിരുന്നവരെല്ലാം ഇന്ന് തികച്ചും വ്യത്യസ്തമായ രീതിയിൽ, വളരെ വ്യത്യസ്തമായ രീതിയിൽ ബഹുമാനത്തോടുകൂടിയും ആദരവോടുകൂടിയും കാണുന്ന ഒരു അനുഭവത്തിന്റെ പരമ്പരയാണ് ഇന്ത്യക്കാർക്ക് അനുഭവപ്പെടുന്നത് എന്ന് പറയുകയുണ്ടായി. അപ്പോൾ ഇത്രയും ധന്യമായിട്ടുള്ള അനുഭവം നേരിട്ട് കാണാനും കേൾക്കാനും ഈ സിംഗപ്പൂർ യാത്രയിൽ സാധിച്ചു. ഇതുകൂടാതെ വളരെയധികം ഹിന്ദുക്കള് ഹൈന്ദവ ആചാരങ്ങളും ആഘോഷങ്ങളും അനുഷ്ഠാനങ്ങളും അതിഗഹനമായ രീതിയിൽ, ഉജ്ജ്വലമായ രീതിയിൽ ഭാരതീയമായ ആഘോഷങ്ങള് ഭാരതത്തിൽ എങ്ങനെയാണോ ആചാര അനുഷ്ഠാന പ്രകാരം നടത്തുന്നത് അത്ര തന്നെ ഇന്റൻസിറ്റിയോടുകൂടിയും അത്ര തന്നെ ഉൾക്കാഴ്ചയോടും കൂടി അവിടെ 27 ക്ഷേത്രങ്ങളിലും ഇന്ത്യക്കാര് തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളിലും ഇന്ത്യക്കാരുള്ള സ്ഥലങ്ങളിലും അവരെല്ലാം ഒരുമിച്ച് ചേർന്ന് ആ ഭാരതീയ സംസ്കാരത്തിന്റെ തന്തുക്കൾ കൈവിടാതെ ചൈതന്യവത്തായ ക്ഷേത്രങ്ങള്, വൃത്തിയും വെടിപ്പുമുള്ള ക്ഷേത്രങ്ങള്, നല്ല ഉയർന്ന ഉദ്യോഗസ്ഥര് അതിന്റെ തലപ്പത്തിരിക്കുക, അതുപോലെ തന്നെ ആയിരക്കണക്കിന് വ്യക്തികൾ സാധാരണ ദിവസങ്ങളിൽ പോലും യുവാക്കൾ പോലും അമ്പലങ്ങളിൽ വരിക, അവിടെ നടക്കുന്ന പ്രഭാഷണങ്ങൾ കേൾക്കുക, ഇങ്ങനെയൊക്കെയുള്ള ഒരു സംഭവ പരമ്പര എല്ലാ ദിവസവും സിംഗപ്പൂരിൽ നടക്കുന്നു എന്നറിയുമ്പോൾ അടിസ്ഥാനപരമായിട്ടുള്ള മാറ്റം ഇന്ത്യക്കാരിലും ഹിന്ദുക്കളിലും അവിടെ നടക്കുന്നതായിട്ട് കാണാനും കേൾക്കാനും സാധിച്ചു. ഒരു വേദനാജനകമായിട്ടുള്ള അനുഭവം മാത്രമാണ് കേട്ടത്. ആയിരക്കണക്കിന് ചൈനക്കാരെയും മറ്റ് നാട്ടുകാരെയും വ്യത്യസ്തമായിട്ടുള്ള ക്രിസ്ത്യൻ മിഷണറിമാര് മതപരിവർത്തനം നടത്തുന്ന ആ ഹീനമായിട്ടുള്ള സംഭവം ഒഴികെ സിംഗപ്പൂരിൽ കേട്ടതെല്ലാം, സിംഗപ്പൂരിൽ കണ്ടതെല്ലാം ഒരു ഭാരതീയൻ എന്നുള്ള നിലയ്ക്ക് ആത്മാഭിമാനം സ്ഫുരിക്കുന്ന വിഷയങ്ങളാണ് കേട്ടത്, അവിടെ കണ്ടത്, അവിടെ ചർച്ച ചെയ്തത്, അവിടെ വിവരിച്ചത്. അവിടെ നടന്ന പ്രഭാഷണ പരമ്പരകളിലെല്ലാം ഈ കാര്യങ്ങള് അറിയാനും അറിയിക്കാനും സാധിച്ചു. ഈ യാത്ര ഏറ്റവും അധികം ആത്മസംതൃപ്തിയും ആത്മാഭിമാനവും തരുന്നതായിരുന്നു. അതിൽ ഏറ്റവും സന്തോഷം തോന്നിയത് ഭാരതീയരോടുള്ള വികസിത രാഷ്ട്രങ്ങളുടെ ജനങ്ങളുടെയും ഭരണാധികാരികളുടെയും വീക്ഷണം അടിമുടി മാറി എന്ന് കാണാനും കേൾക്കാനും സാധിക്കുമ്പോഴാണ്. ഒരു പുവർ കൺട്രി, ഒരു ഡെവലപ്പിംഗ് കൺട്രി എന്നുള്ളതിൽ നിന്ന് ഒരു റിച്ച് കൺട്രി ആൻഡ് ആൾമോസ്റ്റ് ഡെവലപ്ഡ് കൺട്രി, ആത്മാഭിമാനമുള്ള രാജ്യമാണ് എന്ന് ലോക ജനതയ്ക്ക് മനസ്സിലാകുന്ന വിധത്തില് ഭാരതീയർ ഉയരുകയും ഉണരുകയും വളരുകയും ചെയ്യുന്ന കാഴ്ച വളരെയേറെ സംതൃപ്തി തോന്നിയതായിരുന്നു. അത് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നു. പ്രണാമം, നമസ്കാരം.